അവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറയാണ് ഇത് ഇന്ന സ്ഥലം പള്ളിക്കാര സ്ഥലമാണ് വക്കപ്പോടുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ കുറച്ച് നമ്മൾക്ക് തന്നെ അനുകൂലമായിട്ട് ക്രിസ്ത്യൻസ് നമ്മുടെ പാർട്ടിക്ക് തന്നെ അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ ചേലക്കരയിൽ ഞാൻ കണ്ടിരിക്കുന്നത്. അവരിതിനെക്കുറിച്ച് വ്യക്തമായി ചോദിക്കുന്നുണ്ട്, എന്തായി നമ്മുടെ വക്കപ്പോട് അനുവദിച്ച സ്ഥലം നമുക്ക് തന്നെ തിരിച്ചു കിട്ടോ, അല്ലെങ്കിൽ അവർ വഴിയാധാരാവോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവർക്ക് പ്രതീക്ഷ കൊടുക്കുന്നത്, നമ്മളെ മോദി ഈ ഭാരതം ഭരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും അനാഥരാവില്ല എന്നുള്ളൊരു പ്രോത്സാഹനമാണ് നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ, അവര് പറയുന്നത്, അവര് ബൈറ്റ്സ് കൊടുക്കുമ്പോഴൊക്കെ പറയുന്നത് വികസനം കൊണ്ട് ഭയങ്കരമായിട്ട് ചെയ്തെന്നാണ്. പക്ഷെ ആ വികസനം നമ്മള് നിലവിൽ നോക്കുമ്പോൾ കാണുന്നില്ല. നല്ലൊരു റോഡോ നല്ലൊരു വീടോ ഒരു ഹോസ്പിറ്റലാവട്ടെ ഒന്നുമില്ല. ഇവിടെ ഒരു എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ കിലോമീറ്ററോളം താണ്ടിയിട്ട് വേണം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ. ഒരു നല്ല ഹോസ്പിറ്റലില്ല, സ്കൂളില്ല, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അവർ ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. നമസ്കാരം. ചേലക്കരയിലെ ക്രൈസ്തവ വോട്ടുകൾ ഇത്തവണ ഏത് രാഷ്ട്രീയ പാർട്ടി കൂടുതൽ നേടിയെടുക്കുമെന്നുള്ളതിനെ സംബന്ധിക്കുന്ന വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വഖഫ് ബോർഡ് വിഷയം വന്നതിന്റെ പേരിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ക്രിസ്ത്യൻ വോട്ടുകൾ നേടിയെടുത്തതുപോലെ ചേലക്കരയിലും BJP പിടിക്കുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിൽ BJPയിലെ ക്രിസ്ത്യൻ നേതാക്കന്മാരടക്കമുള്ള പ്രവർത്തകർ നിരന്തരമായിട്ട് ക്രൈസ്തവ വീടുകൾ കയറിയിറങ്ങുകയാണ്. അപ്പോൾ ഈ സമയത്ത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട് BJP നേടിയെടുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ചോദിച്ചു നമുക്ക് മനസ്സിലാക്കാം. ചേച്ചി നമസ്കാരം. നമസ്തേ. ചേച്ചി പേരെന്തായിരുന്നു? എൻ്റെ പേര് ലാംബി. ചേച്ചി ചേച്ചി ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളാണ്, BJPയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ചേലക്കരയിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട് ഇത്തവണ BJP നേടിയെടുക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യമുണ്ടോ? സാഹചര്യം ഉണ്ടല്ലോ. നമ്മളെ വഖഫ് ബോർഡ് തന്നെ പ്രധാന വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് 40-40 വർഷം നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ ജീവിച്ച് നമ്മൾ മരിച്ചു പോകുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് അവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറയാണ് ഇത് ഇന്ന സ്ഥലം പള്ളിക്കാര സ്ഥലമാണ്, അമ്പലക്കാര സ്ഥലമാണ്, വക്കപ്പോടുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ കുറച്ച് നമ്മൾക്ക് തന്നെ അനുകൂലമായിട്ട് ക്രിസ്ത്യൻസ് നമ്മുടെ പാർട്ടിക്ക് തന്നെ അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ ചേലക്കരയിൽ ഞാൻ കണ്ടിരിക്കുന്നത്. അവരിതിനെക്കുറിച്ച് വ്യക്തമായി ചോദിക്കുന്നുണ്ട്, എന്തായി നമ്മുടെ വക്കപ്പോട് അനുവദിച്ച സ്ഥലം നമുക്ക് തന്നെ തിരിച്ചു കിട്ടോ, അല്ലെങ്കിൽ അവർ വഴിയാധാരാവോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവർക്ക് പ്രതീക്ഷ കൊടുക്കുന്നത്, നമ്മളെ മോദി ഈ ഭാരതം ഭരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും അനാഥരാവില്ല എന്നുള്ളൊരു പ്രോത്സാഹനമാണ് നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്രിസ്ത്യൻ വീടുകളിൽ ചെല്ലുന്ന സമയത്ത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് BJPയോടുണ്ടായിരുന്ന ഒരു അകൽച്ച, ഒരു അയിത്തം കൽപ്പിച്ചിരുന്ന പോലെയായിരുന്നു. ഒരു വോട്ട് വളരെ കമ്മിയായിരുന്നു BJP ലഭിച്ചിരുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി അത് മാറ്റിമറിച്ചിട്ടുണ്ട്, വലിയൊരു വോട്ട് BJPക്ക് ലഭിച്ചു. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ക്രൈസ്തവരുടെ ഇടയിൽ നിന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ പ്രതികരണം യഥാർത്ഥത്തിൽ എന്താണ്? പണ്ട് എന്ന് പറഞ്ഞാല് BJPക്ക് വോട്ട് കുറവായിരുന്നു, ക്രിസ്ത്യൻസുകൾ അങ്ങനെ ചെയ്യുമായിരുന്നില്ല, അവരുടെ ധാരണകളൊക്കെ തെറ്റായിരുന്നു. അവര് എന്താ പറയാ, BJP നമ്മളെ മതം മാറ്റും, അങ്ങനെയൊക്കെ കുറെ, അതായത് അംഗീകരിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പണ്ട് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴുള്ള സമയങ്ങളിൽ ക്രിസ്ത്യൻസുകൾ ആകെ ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം ക്രിസ്ത്യൻ ഭവനങ്ങൾ ഞങ്ങൾ ഇപ്പോൾ അറിയുന്നത് വെച്ച് കഴിഞ്ഞാല് അവർക്ക് അവരുടേതായ കുറെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ സമൂഹത്തിൽ ജീവിച്ചു പോവാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ ഇപ്പൊ തന്നെ എന്താ പറയാ, സുരേഷ് ഗോപി ജയിച്ചത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരുവിധം ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നുള്ളത് സുരേഷ് ഗോപിയുടെ ആ പ്രകടനം കാഴ്ചവെച്ചതിലൂടെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. പിന്നെ നമ്മളുടെ ഈ പ്രസ്ഥാനം തന്നെ എന്താ പറയാ, മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രസ്ഥാനം എന്നല്ല, എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഭാരതീയ ജനതാ പാർട്ടി എല്ലാം നമ്മുടെ ഒരു കുടുംബമായിട്ടാണ് കാണുന്നത്. സഹോദരങ്ങളായി അമ്മയും അച്ഛന്മാരും അടങ്ങുന്ന ഒരു കുടുംബമാണ് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി എന്ന ഈ സംഘടന. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾക്ക് ഒരുവിധം മനസ്സിലായി തുടങ്ങി. അതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. ഇപ്പോ ഈ പ്രധാനമായിട്ട് ക്രൈസ്തവ പുരോഹിതന്മാർക്കൊക്കെ ഇപ്പോൾ ഒരു RSS അടക്കമുള്ള സംഘടനയുടെ പൊതുപരിപാടികളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഈ സംഘടനയുടെ പ്രവർത്തനം എന്താണെന്നുള്ള കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടാണോ? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വൈദികനാകുന്നത് തന്നെ കുറെ പരീക്ഷണങ്ങളിലൂടെയാണ് അവരൊരു വൈദികനായിട്ട് തീരുന്നത്. അതുപോലെ തന്നെ സംഘത്തിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെയാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാവും, കുറെ അധികം സാഹചര്യങ്ങളെ നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ടാണ് നമ്മൾ സംഘമായാലും ഒരു വൈദികനായാലും വളർന്നു വരുന്നതും. അതായത് ആ പൗരോഹിത്യം കിട്ടുന്നത് തന്നെ ആ ഒരേ അനുഭവങ്ങളിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് അതുപോലെ നമ്മളുടെ ഈ സംഘത്തിന്റെ പ്രവർത്തനമായാലും പള്ളിയുടെ പ്രവർത്തനങ്ങളായാലും മറ്റുള്ളവരെ സഹായിക്കണം എന്ന ഒരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ക്രിസ്ത്യാനിയും ഓരോ മനുഷ്യ ജീവനുകളും വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഈ BJP ഈ ചേലക്കരയിൽ വിജയിക്കുകയാണെങ്കിൽ
ഒരുപാട് മാറ്റം. അതായത് ഇവിടെ ഒരു മര്യാദയ്ക്ക് ഒരു ഹോസ്പിറ്റലോ സൗകര്യങ്ങളോ ഡോക്ടേഴ്സോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യം. ഒരു വണ്ടി ഇതിലെ പോകുകയാണെങ്കിൽ, ഒരു ബസ് പോവുകയാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷയ്ക്ക് സൈഡ് കൊടുക്കാൻ പോലും സ്ഥലമില്ലാത്തൊരു സാഹചര്യം. അതുപോലെ തന്നെ 2 ഡെലിവറി കഴിഞ്ഞ്, അതായത് ഡിസ്ചാർജ് ചെയ്ത് നടന്നു പോകാൻ പറ്റാത്ത ഒരു പേഷ്യന്റിനെ നടത്തി കൊണ്ടുവരാൻ ഒരു റോഡ് പോലും ഇല്ലാത്ത സൗകര്യം. 2 പാർട്ടിക്കാരും, കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടിക്കാർ ഒത്തുചേർന്ന് റോഡ് കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഭവന സന്ദർശനത്തിന് പോയപ്പോൾ ഈ ക്രിസ്ത്യൻസിന്റെ ഭവനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചേലക്കരയിൽ ഒരുപാട് മാറ്റം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ബാലേട്ടനെ ഞങ്ങൾ വോട്ട് കുത്തു എന്ന് അവർ ഉറപ്പായിട്ടും നമ്മളോട് പറയുന്നത് അങ്ങനെയാണ്. കാരണം അവരുടെ അനുഭവങ്ങളാണ് സാക്ഷിയായിട്ട് അവർക്ക് നിൽക്കുന്നത്. മാറ്റങ്ങളാണ് ചേലക്കരയിലെ. അതെ അതെ. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി ചേലക്കര? CPM-നെ അട്ടിമറിച്ചുകൊണ്ട് BJP ഒരു ചരിത്ര വിജയം ഉണ്ടാക്കാനുള്ള സാധ്യത നിലവിലെ ഒരു അവസ്ഥയിലുണ്ടോ? ഉണ്ട്. അതിന്റെ കാരണം എന്താ? കാരണം ഇവിടുത്തെ ജനങ്ങള് മറ്റ് 2 പാർട്ടിക്കാരുടെയും ഭരണം കണ്ട് മടുത്ത് നശിച്ചിരിക്കുകയാണ്. അതിന്റെ ഈ നേരിട്ട് വീടുകളിൽ പോകുന്ന സമയത്ത് എന്താണ് അവർ പറയുന്നത്? എന്താണ് അവര് പറയുന്നത്? ഇത് തന്നെയാണ്, അവരുടെ ഭരണം എടുത്തിട്ടാണ് ഇരിക്കുന്നത്. ഒരു വികസനവും ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. അവരിപ്പോഴും ഓരോ കുന്നും മലയിലും കയറി, പിന്നെ അതുപോലെ തന്നെ വീടുകളിൽ കുരങ്ങന്മാർ ഇവരൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് പേര് പറയുന്നുണ്ട്. പിന്നെ കൃഷി നശിപ്പിക്കുക, പിന്നെ അവരുടെ കാടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ടാണ് ഓരോ വീടുകൾ കണ്ടാൽ വളരെ എന്താ പറയാ, വളരെ ശോചനീയമായ അവസ്ഥയാണ് വീടുകള്. മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങൾ. മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവര്. ഇതിന് പ്രധാന കാരണക്കാർ ആരാണ്? CPM-മാരും കോൺഗ്രസ്സുകാരും. ഒരു സംശയമില്ല. ഒരു സംശയമില്ല. മാറ്റങ്ങള് ഇത്രയും കാലമായിട്ട് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടോ? ഉണ്ട്, ഒരുപാടുണ്ട്. ഒരു മാറ്റം ഇല്ലാത്ത ഒരു കൂടിയ എന്താ പറയാ, ടാർപ്പാള വെച്ചിട്ടുള്ള വീടുകളുണ്ട് ഒരുപാട്. അവിടെ എങ്ങനെയാണ് അവര് ജീവിക്കുന്നത് പോലെ നമുക്ക് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. CPM-ന്റെ നേതാക്കന്മാര് പ്രവർത്തകരുടെ മുന്നിലേക്ക് നമ്മൾ മൈക്കുമായി ചെല്ലുന്ന സമയത്ത് അവർ പറയുന്നത് വികസനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണെന്നാണ് പറയുന്നത്. അതെ, അവര് പറയുന്നത്, അവര് ബൈറ്റ്സ് കൊടുക്കുമ്പോഴൊക്കെ പറയുന്നത് വികസനം കൊണ്ട് ഭയങ്കരമായിട്ട് ചെയ്തതാണ്. പക്ഷെ ആ വികസനം നമ്മള് നിലവിൽ നോക്കുമ്പോൾ കാണുന്നില്ല. നല്ലൊരു റോഡോ നല്ലൊരു വീടോ ഒരു സ്കൂളാവട്ടെ ഒരു ഹോസ്പിറ്റലാവട്ടെ ഒന്നുമില്ല ഇവിടെ. ഒരു എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ കിലോമീറ്ററോളം താണ്ടിയിട്ട് വേണം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ. ഒരു നല്ല ഹോസ്പിറ്റലില്ല, സ്കൂളില്ല, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴേ ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. ഇതിനൊക്കെ പരിഹാരം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ ഒരു മനസ്സ്? അത് BJP-യോടെ വിജയിച്ചാൽ പരിഹരിക്കാൻ പറ്റുമെന്നാണോ? അതെ, BJP സ്ഥാനാർത്ഥി ബാലേട്ടൻ ആള് നല്ലൊരു മെമ്പറായിരുന്നു. ആള് അവിടുത്തെ വാർഡില് ഒരുപാട് വീടുകളിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ്. ആള് ജയിച്ചു കഴിഞ്ഞാൽ ഈ നാടിനൊരു വികസനം ഉണ്ടാവുന്ന 100% ഉറപ്പാണ്. അത്രയും നല്ലൊരു മനുഷ്യനാണ്. സുരേഷ് ഗോപി വിജയിച്ചതുപോലെ ചേലക്കരയിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു BJP-യുടെ ഒരു പ്രചരണമാണോ, സോഷ്യൽ മീഡിയ പ്രചരണമാണോ? അല്ലല്ല, സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ തന്നെയാണ്, അതേപോലെ തന്നെയാണ് ഇവിടെയും. ചേലക്കര ബാലേട്ടൻ ജയിക്കുകയാണെങ്കിൽ 100% ജനങ്ങൾക്ക് ഉറപ്പാണ് വികസനം. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ആർക്കാണ് ഇവിടെ സാധ്യത? BJP-ക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ BJP ഒറ്റ വാക്കിൽ BJP എന്ന് പറഞ്ഞാൽ? മറ്റുള്ളവരുടെ ഭരണം എടുത്തുകൊണ്ടാണല്ലോ BJP-ക്ക് എല്ലാവരും വരുന്നത്. BJP ഭരണം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇന്ത്യൻ ജനത മൊത്തം ആഗ്രഹിക്കുന്നുണ്ട്. ഇതിപ്പോ ചേലക്കരയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് വോട്ട് ചോദിച്ച് ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാടനുസരിച്ച് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രചരണമാണോ? ചോദിച്ചാൽ വളരെ അവസ്ഥ ഭയങ്കര ദയനീകരം. പിന്നെന്ന് വെച്ചാല് കുറെ പ്രശ്നങ്ങളുണ്ട്. റോഡുകള് അങ്ങനെ മറ്റേ ചേച്ചി പറഞ്ഞിട്ട് കുറെ പ്രശ്നങ്ങൾ അവര് നേരിടുന്നുണ്ട്. പരിഹാരം BJP വന്നാലുണ്ടാവുന്നതാണ്. BJP ജയിച്ചു കഴിഞ്ഞതിന് പരിഹാരം ആവുന്നതാണ്. BJP-ക്ക് ഒരു വോട്ട് കൊടുക്കാനുള്ള മാനസികാവസ്ഥ ജനങ്ങൾക്കുണ്ടോ? ജനങ്ങൾക്കുണ്ടല്ലോ. ജനങ്ങൾ മാറ്റല്ലേ ആഗ്രഹിക്കണത്.